എറണാകുളം ചോറ്റാനിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. അസ്ഥികൂടത്തിന് DNA പരിശോധനയും മറ്റ് ശാസ്ത്രീയ പരിശോധനകളും നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. വീട്ടിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിൽ നിന്നുമാണ് ഇന്നലെ വൈകിട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ തലയോട്ടിയും അസ്ഥികളും പോലീസ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, എന്താണ് ഈ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം? എന്താണ് ഈ ഫോറൻസിക് സംഘം എപ്പോൾ എത്തും? പക്ഷേ ഇന്ന് തന്നെ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ അസ്ഥിയുടെ DNA പരിശോധനകൾ പോലീസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമെങ്കിൽ അതും നടത്തും. എറണാകുളം ചോറ്റാനിക്കരയിലാണ് അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയത്. ആ സംഭവത്തിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. മറ്റ് കൊലപാതക സാധ്യതകളുണ്ടോ എന്നുള്ള വിവരങ്ങളും അറിയേണ്ടതുണ്ട്. മാത്രമല്ല, അസ്ഥികൂടത്തിന്റെ DNA പരിശോധനയും മറ്റ് ശാസ്ത്രീയ പരിശോധനകളും നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. തിയോഫിൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തിയോഫിൻ, പറഞ്ഞോളൂ. പക്ഷേ ഇന്നലെ വൈകിട്ടാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ചോറ്റാനിക്കരയിൽ അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ നിന്നും തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഫോറൻസിക് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഈ അസ്ഥിയുടെ DNA പരിശോധന ഉൾപ്പെടെയുള്ള മറ്റ് ശാസ്ത്രീയ പരിശോധനകളും ആവശ്യമെങ്കിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഏറെ വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. 20 വർഷത്തിലധികമായി അടഞ്ഞുകിടന്നിരുന്ന വീടാണിത്. ഇത് പൊളിക്കാൻ തീരുമാനിച്ചിരുന്നു. അടുത്ത മാർച്ചിൽ വീട് പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലുമായിരുന്നു. അങ്ങനെ അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ അടുത്ത കാലത്തായി സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പോലീസ് എത്തിയത്. ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിൽ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനുള്ളിൽ നിന്നും തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. കവറിനുള്ളിൽ പാക്ക് ചെയ്ത നിലയിലായിരുന്നു ഇത്. പക്ഷേ പോലീസ് പറയുന്ന മറ്റൊരു വിഷയം, ഇത് വൈദ്യശാസ്ത്ര പഠനത്തിനായി പാക്ക് ചെയ്ത് പ്രത്യേകമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണ് അതിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ദുരൂഹത ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ ഒരു പതിവ് നടപടിയുടെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ നടത്തേണ്ട ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായി ഇന്ന് ഫോറൻസിക് പരിശോധനയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ അസ്ഥി DNA പരിശോധനയ്ക്കായി അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ്. സംഭവത്തിൽ ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണവും തുടരുന്നുണ്ട്.